ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഹാരാജ എന്ന മൂവി, വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന മൂവിയുടെ റിവ്യൂ പ്ലസ് അതിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ടൈം ലൈനിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റിവ്യൂയിലേക്ക് കിടക്കാം. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ പടമാണ്, ഒരു രക്ഷയില്ല. കിടിലൻ ട്വിസ്റ്റുകളാണ്. ട്വിസ്റ്റിലല്ല, ഇതൊരു നോൺ ലീനിയർ മൂവിയാണ്. ലീനിയർ മൂവി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഏതെങ്കിലും ഷോട്ട് നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ നമ്മൾ ആ സ്റ്റോറി തന്നെ അയ്യോ അതെന്താ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് എല്ലാ സീൻസും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അത്രയ്ക്ക് ക്രിസ്പായിട്ട് പ്രിസൈസ് ആയിട്ടാണ് ആ ഷോട്ട്സ് വെച്ചേക്കുന്നത്. ഡയറക്ടർ അത് നല്ല രസമായിട്ട് തന്നെയാണ് ഓരോ ഷോട്ട്സ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. ചിലതൊക്കെ പാസ്റ്റാണ്, ചിലത് പ്രസൻ്റ് ആണ്. അപ്പോൾ അത് മാറി മറിച്ചാണ് കാണിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഈ മൂവി കാണുമ്പോൾ. അത് ചെയ്തേക്കുന്ന രീതിയും എഡിറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. ഈവൻ കളർ ഗ്രേഡിങ്ങും ആ ടോണൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും അതിൻ്റെ BGM എല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് മൂവി ചെയ്തിരിക്കുന്നത്. പിന്നെ വിജയ് സേതുപതിയുടെ കുറേ നാൾക്ക് ശേഷം ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുന്ന ആളെല്ലാം പടത്തിൻ്റെ വില്ലനൊക്കെ ആയിട്ട് വരാമെന്ന് പറയുന്നത്. ആ ടൈപ്പ് കാസ്റ്റിംഗ് മാറി ഒരു നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും ഒരു വിജയ് സേതുപതി ഫാൻസിന് ഒരു നല്ലൊരു വർക്കാണ് മഹാരാജ എന്ന് പറഞ്ഞ മൂവി. പിന്നെ എനിക്ക് ഏറ്റവും കൂടി ഇമ്പ്രസ് ആയത് അനുരാഗ് കശ്യപിൻ്റെ ആക്ടിംഗ് ആണ്. കിടിലൻ ആക്ടിംഗ് ആണ്, ഒരു രക്ഷയില്ല. ആ മൂവി വേറെ ലെവലിലേക്ക് കൊണ്ടുവന്ന ആളുടെ ആക്ടിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ടുപേരും കൂടി മത്സരിച്ച് അഭിനയിക്കുന്നതാണ്. ഇപ്പം നല്ലൊരു വില്ലൻ ഉണ്ടെങ്കിൽ നല്ല ഹീറോയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സും നല്ല രസമായിട്ടാണ് പോയിരുന്നത്. അതിൽ കൂടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് വന്ന പോലീസ് ഓഫീസേഴ്സും ബാക്കി വില്ലന്മാരും ഒക്കെ ആ മൂവിക്ക് എന്താ വേണ്ടത് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്ന് പറയുന്നത് ഈ ഡയറക്ടർ ചെയ്തേക്കുന്ന ഈ നോൺ ലീനിയർ മെത്തേഡാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്ലാസ്. അത് ഇല്ലെങ്കിൽ ഈ മൂവി ഒന്നുമില്ല. ഒരു നോർമൽ സ്റ്റോറി ലൈനിനെ ഒരു വേറൊരു രീതിയിൽ നമ്മളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കാണ്. അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ മൂവി കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. സ്പോയിലർ അലേർട്ടാണ്. നമുക്ക് ക്ലൈമാക്സ് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഈ മൂവിയിൽ ശരിക്കും നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ മകള് സ്പോർട്സ് ഡേക്ക് പോയിക്കായിരുന്നു. സ്പോർട്സ് ഡേ കഴിഞ്ഞ് നേരത്തെ എത്തിയിരുന്നു. പുള്ളിക്കാരി അവിടെ എത്തിയിരിക്കുന്ന സമയത്താണ് മഹാരാജാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അനുരാഗ് കശ്യപ്, സെൽവൻ രണ്ട് കൂട്ടാളികളും കൂടിയിട്ട് ആ വീട്ടിൽ വരുന്നതാണ്. അവിടെ വെച്ച് മകളെ കാണുകയും മകളെ റേപ്പ് ചെയ്യുകയും അവിടെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് മഹാരാജ വരുന്നത്, വിജയ് സേതുപതി. മഹാരാജ മകളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ വെച്ച് പുള്ളിക്കാരിയുടെ വായന മനസ്സിലാവുകയാണ്. പുള്ളിക്കാരി നന്നായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 പേരാണ് അറ്റാക്ക് ചെയ്തതും അതിലൊരാൾ പോലീസ് ഓഫീസറാണെന്നും അദ്ദേഹത്തിൻ്റെ പുറത്തൊരു പാടുണ്ടെന്നും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ വീട്ടിൽ അവർ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. ആ ഡസ്റ്റ്ബിനാണ് ഈ മകളെ രക്ഷപ്പെടുത്തുന്നത് ഒരു ലോറി ആക്സിഡൻറ്റിൽ. അപ്പോൾ ആ ഡസ്റ്റ്ബിന് ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്മി എന്നാണ് പേരിട്ടേക്കുന്നത്. ആ ഡസ്റ്റ്ബിൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ആരെങ്കിലും ഷോക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹമാണ് അന്ന് രാത്രി അറ്റാക്ക് ചെയ്തതിൽ ഒരാളെന്ന്. അതുകൊണ്ട് എപ്പോഴും ആ ഇവൻറ്റ് ലക്ഷ്മീനെ, അത് ഡസ്റ്റ്ബിൻ എടുത്തുകൊണ്ട് പോകുന്ന ആ ഇവൻറ്റ് ആളെ അറ്റാക്ക് ചെയ്ത പോലെ കാണിക്കുന്നത്. ആളെ അറ്റാക്ക് ചെയ്ത് ലക്ഷ്മീനെ കൊണ്ടുപോയി മകൾ സ്പോർട്സ് ഡേക്ക് പോയിക്കാണ്. സ്പോർട്സ് ഡേ കഴിഞ്ഞ് വരുന്നേക്കാൾ മുമ്പ് ഡസ്റ്റ്ബിൻ വേണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഏതാണ് പോലീസ് ഓഫീസർ അതിൻ്റെ പിന്നിലുള്ളത്, കൾപ്രിറ്റ്, അയാൾ എന്തായാലും വെപ്രാളപ്പെടും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് മഹാരാജ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനത്തെ ഒരു ഫേക്ക് കഥ പറയുന്നത്. ആ കഥ പറയുന്ന രീതി എക്സാക്ട്ലി എങ്ങനെയാണ് മോളെ റേപ്പ് ചെയ്ത് അതേ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ആൾ 7 ലക്ഷം രൂപയാണ് പോലീസുകാർക്ക് ഓഫർ ചെയ്യുന്നത് ആ ഡസ്റ്റ്ബിൻ കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ. അപ്പോൾ പോലീസുകാർ 7 ലക്ഷത്തിന് വേണ്ടിയിട്ട് അത് പിന്നിൽ നടക്കുന്നു. അപ്പോൾ അവർ ഫേക്ക് ഡസ്റ്റ്ബിനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് മഹാരാജ ശരിക്കും ഡസ്റ്റ്ബിൻ അന്വേഷിച്ചിറങ്ങിയതല്ല, ആ 3 കൾപ്രിറ്റ്സിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അതിൽ ഒരാളെ അദ്ദേഹം ഓൾറെഡി കൊന്നു കഴിഞ്ഞു. ഇനി 2 പേരുണ്ട്. ആ 2 പേര് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. ഗ്രാജുവലി ഇവർ പോലീസ് ഓഫീസേഴ്സിന് മനസ്സിലായി ഇവൻ ഇതാണ് ഉദ്ദേശിക്കുന്നതും. പക്ഷെ അവൻ്റെ അടുത്ത് പറയാതെ അവരും ആ കേസ് ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു പോലീസ് ഓഫീസറാണ് അതിൽ കൾപ്രിറ്റ് എന്ന രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസേഴ്സും നമ്മുടെ മഹാരാജയുടെ അടുത്ത് പറയണില്ല. അവർക്ക് മനസ്സിലായി ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അവരും ഒരു ഫേക്ക് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി ആ കൾപ്രിറ്റായ പോലീസ് ഓഫീസർ കൊണ്ട് പറയണം നീ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് നമുക്ക് ഇവനെ ഇത് ഏൽപ്പിക്കാം, അവൻ്റെ 7 ലക്ഷം രൂപ നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കൾപ്രിറ്റിൻ്റെ അടുത്ത് ഈ കഥ ഫുള്ള് പറയാണ്. അപ്പോൾ ആ കഥ പറയുമ്പോൾ തന്നെ ഈ കൾപ്രിറ്റ് ഞെട്ടുന്നതായിട്ട് പോലീസ് ഓഫീസേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഇവർ മഹാരാജയുടെ വീട്ടിലേക്ക്
എല്ലാവരും കൂടി ഒത്തുചേരാണ്. മഹാരാജനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് എങ്ങനെ മോഷ്ടിച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം ഈ ഫേക്ക് കഥ പറയുമ്പോൾ ആ ഫേക്ക് കഥയിൽ ശരിക്കും ആ മോളെ റേപ്പ് ചെയ്ത രീതിയിൽ തന്നെയാണ് ആ പോലീസ് ഓഫീസർ, ആ കൾപ്രിറ്റായ പോലീസ് ഓഫീസർ പറയുന്നത്. അതിൽ നിന്ന് മഹാരാജയ്ക്ക് മനസ്സിലായി ഈ പോലീസ് ഓഫീസറാണ് മെയിൻ ആളെന്ന്. എന്നിട്ട് നല്ല പോലീസ് ഓഫീസേഴ്സ്, ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസേഴ്സ് പറയും നിനക്കിതിന് പകരം വീട്ടണ്ടേ, മകളെ റേപ്പ് ചെയ്തതിന് പകരം വീട്ടണ്ടേ എന്ന് പറയുമ്പോൾ പകരം വീട്ടാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ആ വീട്ടിൽ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവർ. അപ്പോൾ മഹാരാജ ഈ കൾപ്രിറ്റായ പോലീസ് ഓഫീസറിനെ അവിടെ വെച്ച് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് വേറെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽവൻ, നമ്മുടെ അനുരാഗ് കശ്യപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകരം വീട്ടാൻ വേണ്ടി വന്നതാണ്. ആളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മഹാരാജ കാരണമാണ് എൻ്റെ മകളും ഭാര്യയും നഷ്ടപ്പെട്ടതും ആൾ ജയിലിൽ പോകാനുള്ള കാരണം. അപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് മഹാരാജയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സംഭവം മഹാരാജ മനസ്സിലാക്കുന്നു. മഹാരാജ അനുരാഗ് കശ്യപിനെ, അതായത് സെൽവനെ കാണാൻ വേണ്ടി പോകുന്നു. അവസാനം പകരം വീട്ട മഹാരാജയുടെ റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അനുരാഗ് കശ്യപിനെ കൊല്ലുന്നില്ല, ആളുടെ കാൽമേ ഇഷ്ടിക വെച്ച് അടിച്ച് വയ്യാണ്ടാക്കുന്നു. എന്നിട്ട് മകൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മഹാരാജയുടെ ജ്യോതി വന്ന് ആശുപത്രിയിൽ വന്ന് ഒരു മാല പൊട്ടിച്ച് അനുരാഗ് കശ്യപിൻ്റെ മേത്തേക്ക് എറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്, അതായത് സെൽവൻ്റെ മേത്തേക്ക്. അപ്പോൾ സെൽവൻ ആ മാല എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ജ്യോതി എന്ന് പറഞ്ഞ കുട്ടി അവൻ്റെ സ്വന്തം കുട്ടിയാണെന്നും അവൻ്റെ സ്വന്തം കുട്ടീനെയാണ് അവൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് റേപ്പ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ലാസ്റ്റിൽ സെൽവൻ കരഞ്ഞ് ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ആക്ച്വലി നടന്ന ഒരു ബാക്ക് സ്റ്റോറി. ഞാൻ ഈ കഥ പറയാൻ കാരണം ചിലവർക്ക് എന്തെങ്കിലും ഒരു ഷോർട്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.